അച്ഛ ഇപ്പൊ പൊയ്ക്കോട്ടെ. എത്ര വേഗം അച്ഛൻ രഘുവേട്ടനെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ജോലിയിൽ പിടിച്ചു കെട്ടിയാ മതി. തറവാട്ടിൽ പോയി സംസാരിക്കുന്നതോടെ എല്ലാറ്റിനും ഒരു തീരുമാനം ഉണ്ടാവും അമ്പിളി. നീ ഒന്ന് വിഷമിക്കാതിരിക്കേ. ആ നിങ്ങളെല്ലാരും പോകാൻ റെഡിയായോ? മഞ്ചടിക്കുന്ന കോളേജില്ലല്ലോ? ഇല്ല അച്ഛാ, നാളെ ക്ലാസ് ഉള്ളൂ. അടുത്ത ആഴ്ച തറവാട്ടിൽ പോകുന്ന കൂട്ടത്തില് അച്ഛൻ കോളേജിലും വരാം. നിന്റെ യാത്രയെക്കുറിച്ച് പ്രിൻസിപ്പലിനെ കണ്ട് എനിക്ക് സംസാരിക്കണമല്ലോ. ഒരു മാസത്തെ ടൈം ഉണ്ടല്ലോ. ചിലപ്പോ വിസ കിട്ടാൻ കൂടുതൽ ടൈം എടുക്കുമെന്ന് കുഞ്ഞമ്മ പറഞ്ഞു. എന്തായാലും നിന്നെയും കുട്ടിയെ മുത്തശ്ശിയും പാർവതിയും ഇവിടുന്ന് പോവും. അതവരെനിക്കൊന്ന് വാക്കാം. മോളെ, അച്ഛനോട് ഞാൻ ഇപ്പോഴേ യാത്ര ചോദിക്കാം. ഇനി ഞാൻ ചിലപ്പോ പഞ്ചരത്നത്തിലേക്ക് തിരിച്ചു വരില്ല. അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. അച്ഛൻ പോയിട്ട് വരാവേ. ലച്ചന്റെ കൂടെ കളിക്കണം. എന്താ മഞ്ചാടി, നീ എന്റെ കാലോട്ട് വന്നിക്കണോ? അല്ല അച്ഛാ, പേഴ്സ് എടുക്കാൻ കുനിഞ്ഞപ്പോ അച്ഛന്റെ കാലിലെന്തും കറുത്ത പൊടി കണ്ടു. അത് തുടച്ചതാ. മോളെന്തിനാ അതൊക്കെ ചെയ്യുന്നത്? അതൊന്നും കുഴപ്പമില്ല അച്ഛാ. അച്ഛന്റെ കാലിലെ പൊടി തുടച്ചാലേ അവൾക്ക് പുണ്യം കിട്ടും. അച്ഛാ, അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്ദ്രേട്ടന്റെ കയ്യിൽ നിന്ന് ആ ഷോപ്പ് ഇനിയും തിരിച്ചു പിടിക്കാതിരിക്കാൻ കഴിയില്ല അച്ഛാ. വിഷു വരെ ഞാൻ ക്ഷമിച്ചത് അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രമാ. സത്യനും ശ്യാമും കൂടി എന്നോട് റിക്വസ്റ്റ് ചെയ്തോണ്ടാ ഞാൻ നിന്നോടൊന്ന് അങ്ങനെ പറഞ്ഞത്. ഇനി നിനക്ക് ശരിയെന്ന് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ചെയ്യാം. മോൾക്ക് മാത്രം അവകാശപ്പെട്ട സ്ഥാപനം തിരിച്ചു പിടിക്കരുതെന്ന് പറയാൻ അച്ഛന് പറ്റില്ലല്ലോ മോളെ. ശരി, എന്നാലേ നമുക്ക് ഇറങ്ങിയാലോ. ലച്ചോളൂ പിടിച്ചോ. ഇപ്പൊ പോയാൽ വലിയ ട്രാഫിക് ജാമിൽ പെടാതെ നേരത്തെ എത്താം. പെട്ടിയെടുക്ക രഘു. മഞ്ചടി, നീ പെട്ടിയെടുത്തോ. വിച്ചുട്ടാ, കരയാണല്ലോ. അച്ഛൻ ഉമ്മാന്നില്ല. കരയല്ലേ, കരയല്ലേ.